കാൽ നൂറ്റാണ്ട് കാലമായി ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരുപാട് സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ 10 ദിവസമായി നടത്തുന്ന സമരം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ പൂർണ്ണമായി വിസ്മയിപ്പിച്ചു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിതിന്റെ 1ാമത്തെ ദിവസം ഇതിന്റെ മുമ്പിലൂടെ നടന്ന് വേറെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിങ്ങൾ അഭിവാദ്യം ചെയ്തിട്ടാണ് പോയത്. അന്ന് മുതൽ ഞാൻ ഈ സമരം ശ്രദ്ധിക്കുക. കേരളത്തിലെ സ്ത്രീ സമരശക്തി എന്താണ് എന്ന് ഞാനടക്കമുള്ള മുഴുവൻ പൊതുപ്രവർത്തകരെയും ബോധ്യപ്പെടുത്തിയ ഒരു സമരം. കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവരും വിറപ്പിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയത്. ഇതൊരു ന്യായമായ സമരമാണ്. കാരണം നമ്മളെല്ലാം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും ആശാ വർക്കർമാരുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് ഓരോ വാർഡിലെ. ഇത് 18 വർഷക്കാലം മുമ്പ് തുടങ്ങുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ജോലി ചെയ്ത് ഒരു 1-2 മണിക്കൂർ അല്ലേ, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അഡീഷണൽ ആയി നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതി എന്നാണ്. 18 വർഷം കഴിഞ്ഞപ്പോ ഇപ്പോഴുള്ള ജോലിഭാരം എന്താണ് അല്ലെ? ഗർഭിണികളുടെ കാര്യം, കുട്ടികളുടെ കാര്യം, പാലിയേറ്റീവ് കെയറിന്റെ കാര്യം, സർവേയുടെ കാര്യം, ഡാറ്റ കളക്ഷൻ, എന്തോരുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു സാധാരണ 8 മണിക്കൂറാണ് ജോലി. ഇതൊരു 16 മണിക്കൂർ ജോലി ചെയ്താലും തീരാത്തത്രയും ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഈ ജോലി ചെയ്യുന്ന ആളുകൾ നമ്മളോട് പറയുന്ന സങ്കടമാണ്. ഒന്ന് പറയൂ ഇതാണ് സ്ഥിതി എന്ന്. പിന്നെ കോവിഡ് കാലത്ത് ചെയ്ത സേവനം ലോകം മുഴുവൻ അംഗീകരിച്ചതാണ്. ഗ്ലോബൽ ഹെൽത്ത് ലീഡേഴ്സ് ആണെന്നാണ്. ലോകത്തൊരിടത്തും ഈ ആശാവർക്കർമാർ, നമ്മുടെ ആശാവർക്കർമാർ ചെയ്തതുപോലെ ഒരു ജോലി ആരും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ ആ കാലത്ത് ആളുകൾ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലത്താണ്, റോട്ടിലൊന്നും ഒരു മനുഷ്യനില്ലാത്ത കാലത്താണ് ഒറ്റയ്ക്ക് പോയി അല്ലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി. എത്ര പേര് നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടായിരുന്നു. രോഗം ബാധിച്ച് മരിച്ചവരുണ്ട്, ഈ കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് വല്ലാതെ ജോലി ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ ഓണറേറിയമാണ്. ഇപ്പൊ ആരോ പറഞ്ഞു കേട്ടു 13,500 വേണം. ശരിക്കും പറഞ്ഞാൽ ഒരു 8,000-9,000 രൂപ വരെ വരാം. പക്ഷെ ഒരു 7,000 രൂപയെ കൂടുതൽ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി. കിട്ടോ? ഇതുവരെ കിട്ടൂല. 7,000 രൂപ ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, 7,000 രൂപയിൽ കൂടുതൽ കയ്യിൽ ആർക്കും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പറയുമ്പോ ഈ 13,000 എന്നൊക്കെ കള്ളത്തരം പറയുന്നു. അത് സമരം പൊളിക്കാൻ വേണ്ടിട്ട് പറയുന്നു, അല്ലാതെ 13,000 രൂപയൊന്നും ഒരിക്കലും കിട്ടിയില്ല. നിങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപ കൊടുക്കണമെന്നുള്ളതാണ്. കാരണം മിനിമം കൂലി തന്നെ ഈ സംസ്ഥാനത്ത് 600 രൂപയാണ് മിനിമം കൂലി ഇല്ലേ? സാധാരണ ജോലി 8 മണിക്കൂറിൽ താഴെ ജോലി ചെയ്താലും മിനിമം കൂലി എന്ന് പറഞ്ഞ ഇത് വല്ല ഓഫ് വല്ലതും ഉണ്ടോ? ഒരു ഓഫും ഇല്ല. ശനിയാഴ്ചയില്ല, ഞായറാഴ്ചയില്ല, തിങ്കളാഴ്ചയില്ല, ഒരു ഓഫും ഇല്ല. അതായത് ഒരു മാസത്തിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം. അങ്ങനത്തെ ഒരു ജോലി വേറെ കേരളത്തിൽ ഇല്ല. പിന്നെയല്ലോ ഞങ്ങളുടെ ജോലിയാണ്, നമുക്ക് ഓഫില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ജോലിയിൽ ജോലി ചെയ്യുന്നവരിൽ നിങ്ങളെ പോലെ ഒരു ദിവസം ഓഫില്ലാതെ, രാത്രിയും പകലൊന്നുമില്ലാതെ, വൈകുന്നേരം 6 മണിയാകുമ്പോൾ നിങ്ങളുടെ ജോലി തീരുമോ? ഒരിക്കലും തീരില്ല. പിന്നെയും ആ ജോലി തുടർന്നുകൊണ്ടിരിക്കണം. വീട്ടിൽ ചെന്നാലും എഴുത്തുകൂത്താണ്. വീട്ടിലൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഭർത്താക്കന്മാരൊക്കെ പാവങ്ങളായതുകൊണ്ടാണ്. രാത്രി വീട്ടിൽ വന്നാലും നിങ്ങൾ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കും. ശരിയാണോ? എത്ര വൈകിയാലും നിങ്ങളുടെ പണി തീരില്ല. അത്രമാത്രം കഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ന്യായമായ ഒരു വേതനം 21,000 രൂപയാക്കി ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ്. ജോലിഭാരം കൊണ്ട് ആ ജോലിഭാരത്തിന് അനുരോധമായിട്ടുള്ളതല്ല ഈ ചോദിച്ചിരിക്കുന്ന പണം. തുക കൂടുതലല്ല, ഒട്ടും കൂടുതലല്ല, ജോലി ചെയ്യുന്ന അനുസരിച്ച് കൂടുതലല്ല. ഇതിന്റെയൊക്കെ 4-1 ജോലി ചെയ്യാത്ത എന്തോരം പേരാണ് എന്തുമാത്രം പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.